ഗുഡ് മോർണിംഗ്. ഐ ആം ഡോക്ടർ സന്തോഷ് ജോസഫ്, ക്ലിനിക്കൽ ലീഡ്, കിംസ് ഹെൽത്ത് ട്രിവാൻഡ്രം. ഇന്ന് നമ്മൾ സ്ട്രോക്കിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്താണ് സ്ട്രോക്ക്? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർ എന്താണ് ഉപേക്ഷിക്കേണ്ടത്? അതായത് ബ്രെയിനിന്റെ ഒരു തകരാറ് കൊണ്ട് ഉണ്ടാകുന്ന ശരീരത്തിലെ സ്തംഭനാവസ്ഥയാണ് സ്ട്രോക്ക് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബ്രെയിനിൽ ഒരു രക്തക്കുഴൽ അടയുകയോ അല്ലെങ്കിൽ രക്തക്കുഴൽ പൊട്ടി രക്തസ്രാവം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിനുണ്ടാകുന്ന സ്തംഭനാവസ്ഥ. ശരീരത്തിന് മാത്രമല്ല സ്പെഷ്യൽ സെൻസിനും സ്തംഭനാവസ്ഥ ഉണ്ടാവാം. ഉദാഹരണത്തിന് കാഴ്ചശക്തി നഷ്ടപ്പെടുക, ബാലൻസ് നഷ്ടപ്പെടുക, ടേസ്റ്റ് പോവുക, ഒരു വശത്തേക്ക് ഫേസ് കൂടിപ്പോവുക, ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെ സീരിയസ് ആയിട്ട് തളർന്നു പോവുക, അല്ലെങ്കിൽ ഭാഗം മാത്രം മരവിപ്പ് അനുഭവപ്പെടുക മുതലായാണ് സിംറ്റംസ് സാധാരണഗതിയിൽ കാണുന്നത്. അതുപോലെ തന്നെ കാണാവുന്ന മറ്റൊരു സിംറ്റമാണ് സ്പീച്ച് ഉണ്ടാകുന്ന പ്രോബ്ലം. സംസാരശക്തി കുഴഞ്ഞു പോവുക അല്ലെങ്കിൽ സംസാരശക്തി നഷ്ടപ്പെടുക, ഇവയെല്ലാം സ്ട്രോക്കിന്റെ ഒരു ലക്ഷണമാണ്. ഇവ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പേഷ്യന്റിനെ ഒരു സ്ട്രോക്ക് റെഡി സെന്ററിലേക്കാണ് കൊണ്ടുപോയി ചികിത്സിക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ സ്ട്രോക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുന്ന ടൈം വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്കിനെ പൂർണ്ണമായി റിക്കവർ ചെയ്യാൻ സാധിക്കില്ല. ഒരു മിനിറ്റിലും 1,000,000 ന്യൂറോണാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് സ്ട്രോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ. അതോടൊപ്പം തന്നെ അതിനോടുള്ള കണക്ഷൻ 10 മില്യൺ ന്യൂറോൺസിന്റെ കണക്ഷൻസ് കൂടെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് സ്ട്രോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ വേഗം തന്നെ ചികിത്സിച്ചു കഴിഞ്ഞാൽ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് 50% ആൾക്കാർക്കും പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും.